നമസ്കാരം, ഞാൻ ബിജീഷ് വള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റി സെറ്റപ്പ് നോക്കാം. വരും ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട്, റെസിസ്റ്റൻസ്, അതിന് മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ഒരു കറണ്ട് ട്രെൻഡ് എന്താണ്? കറണ്ട് ട്രെൻഡിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് 25,230 230 മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്താൽ, ക്ലോസിംഗ് ലെവൽ സസ്റ്റെയിൻ ചെയ്താൽ നിഫ്റ്റി ഈ കറണ്ട് സെന്റിമെന്റിൽ കൺസോൾട്ടേഷൻ ട്രെൻഡിൽ നിന്ന് ബൈ ട്രെൻഡിലേക്ക് മാറും. കൺസോൾട്ടേഷൻ ട്രെൻഡ് ആയിരുന്നു നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. 230 മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തപ്പോൾ ആ ഒരു ട്രെൻഡ് മാറി. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു, നമ്മുടെ റെസിസ്റ്റൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലിന്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്തിരുന്നു. അതിനുശേഷമുള്ള ഒരു ആദ്യത്തെ ഒരു ഓപ്പണിംഗ് ആയിരുന്നു ഇന്നത്തെ ഒരു ഓപ്പണിംഗ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, റെസിസ്റ്റൻസിന്റെ മുകളിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്ത് ശ്രദ്ധിക്കുക. 27,265 റെസിസ്റ്റൻസിന് മുകളിലെ ഓപ്പണിംഗ് നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റിയാണ്. അതിനുശേഷം 27,320 കൂടി ബ്രേക്ക് ചെയ്താൽ നിഫ്റ്റിയുടെ അടുത്ത റെസിസ്റ്റൻസ് കാണുന്നത് കുറച്ച് അകലെയാണ്. ആ റെസിസ്റ്റൻസ് കാണുന്നത്, അതായത് നിഫ്റ്റിയുടെ അടുത്ത റെസിസ്റ്റൻസ് 27,445 നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. 27,445 അടുത്ത് 2 പ്രാവശ്യം നിഫ്റ്റി ഒന്ന് സ്ട്രഗിൾ ചെയ്തിരുന്നു. ഈ ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നെങ്കിലും നിഫ്റ്റിയുടെ മൊമെന്റം സ്ട്രോങ് ആയിരുന്നു. കഴിഞ്ഞ ദിവസത്തെ അപ്ഡേറ്റ് നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. നിഫ്റ്റി വളരെ സ്ട്രോങ് ആയിട്ടൊരു മൊമെന്റം നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാമെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. അതിനുശേഷമായാലും നിഫ്റ്റി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അപ്പ് മൂവ്മെന്റ് ആണ് ഇന്നത്തെ ഒരു എക്സ്പയറിയിൽ മാർക്കറ്റിൽ സംഭവിച്ചിരുന്നത്. ഇപ്പോൾ നിഫ്റ്റിയിലെ ഈ ഒരു കറണ്ട് ട്രെൻഡ് നമുക്ക് അത് എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിഫ്റ്റിയുടെ ട്രെൻഡ് റിവേഴ്സൽ, ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രെൻഡിന്റെ റിവേഴ്സൽ പോയിന്റും കൂടി നമുക്ക് നോക്കണം. എപ്പോഴും ഈ ഒരു മൊമെന്റം വളരെ സ്ട്രോങ് ആയിട്ടുള്ള അപ്പ് മൂവ്മെന്റ് ആണോ അതോ ഫാൾസ് ബ്രേക്ക് ഔട്ട് ആണോ, ഇതൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടാണ് 27,200. 27,200 ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തേണ്ട ഒരു സപ്പോർട്ടാണ്. വളരെ സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിഫ്റ്റിയിൽ ആക്ട് ചെയ്യും. ഇതിന്റെ താഴത്തേക്ക് നിഫ്റ്റി നിലനിർത്തി കഴിഞ്ഞാൽ, നിഫ്റ്റി ഇപ്പോൾ നിലനിൽക്കുന്നത് ഒരു കൺസോൾട്ടേഷൻ ട്രെൻഡ് അല്ല, സഡൻ ഫാൾ ആയിരിക്കും മാർക്കറ്റിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ, ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് സിറ്റുവേഷനിൽ നിഫ്റ്റിയുടെ ആയാലും ഈ ഒരു ട്രെൻഡിന്റെ സപ്പോർട്ടാണ് 27,200. കാരണം ഇന്നത്തെ ലോറെ തൊട്ട് താഴെയാണ് ആ ഒരു സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ടാണ് നിഫ്റ്റിയിൽ നിലനിർത്തേണ്ട സപ്പോർട്ട് വരുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യണം, റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് തന്നെ മാനേജ് ചെയ്യുക. സപ്പോർട്ടിന്റെ അടുത്ത് നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി, റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി, രണ്ട് സൈഡിലേക്കുള്ള രീതിയിൽ മാർക്കറ്റിനെ മാനേജ് ചെയ്യാവുന്നതാണ്. ഏത് ലെവലിന്റെ മുകളിലാണ് നിഫ്റ്റി ഏറ്റവും സ്ട്രോങ് ആയിട്ടൊരു പോസിറ്റീവ് മൊമെന്റ്, ഏത് ലെവലിന്റെ താഴെയാണ് നെഗറ്റീവ് മൊമെന്റം, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്, നമുക്ക് നോക്കാം. വരും ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് ഇൻട്രാഡേയിലെ റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്. നമ്മൾ പറയുന്ന ക്യാൻഡിൽസ്റ്റിക് 5 മിനിറ്റ് ക്യാൻഡിൽസ്റ്റിക് ആണ്. നമ്മൾ പറയുന്ന ഒരു ക്യാൻഡിൽസ്റ്റിക് കൂടി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 5 മിനിറ്റ് ടൈം ഫ്രെയിമിലുള്ള സ്ട്രാറ്റജിയാണ് ഇത് പറയുന്നത്. കാരണം നമുക്ക് റെസിസ്റ്റൻസിന്റെ മുകളിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ തന്നെ നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യും. ഇതാണ് നമ്മൾ രാവിലെ നൽകിയിരിക്കുന്ന റൈറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. എപ്പോഴും റൈറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എപ്പോഴും യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് ശേഷം വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിക്ക് മൊമെന്റം ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഇപ്പോൾ റൈറ്റ് സപ്പോർട്ടർ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും റൈറ്റ് എൻട്രി വരുന്നത്. അതേപോലെ തന്നെ മാർക്കിന്റെ ഒരു ഡയറക്ഷൻ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അതേപോലെ തന്നെ വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും ഡയറക്ഷൻ എപ്പോഴും ശ്രദ്ധിക്കുക. നിഫ്റ്റിക്ക് 24,465 25465 ഇതിന്റെ താഴെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ബൈക്ക് അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്. ഇതിന്റെ മുകളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ബൈക്ക് മാത്രം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന രീതിയിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഇതിന്റെ മുകളിൽ നിഫ്റ്റി സ്ട്രോങ് ആയിട്ടൊരു അപ്പ് മൊമെന്റം സാധ്യതയാണ് വരുന്നത്. ഹയർ ലെവൽ റെസിസ്റ്റൻസ് 27,610 25,610, അതുപോലെ തന്നെ 25,710. ഇത് രണ്ടാണ് ഹയർ ലെവൽ റെസിസ്റ്റൻസ് വരുന്നത്. അതിനുശേഷം 25,810 ആണ് റെസിസ്റ്റൻസ്. അപ്പോൾ നിഫ്റ്റിയിൽ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഇതിന്റെ മുകളിലാണ്, 610ന്റെ ഒരു മുകളിലാണ് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി. 610ന്റെ താഴെ ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രം യൂട്ടിലൈസ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഏരിയ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 25,465 ഈ ഒരു ഏരിയയിൽ ബൈക്ക് മാത്രമാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. റൈറ്റ് മൊമെന്റം ബൈക്ക് മാത്രമാണ് വരുന്നത്. പക്ഷെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഈ സപ്പോർട്ടിന്റെ താഴെയാണെങ്കിൽ വീക്ക്നെസ് ആണ്, പ്രോഫിറ്റ് ബുക്കിനുള്ളൊരു സാധ്യത നിഫ്റ്റിയിൽ സ്റ്റാർട്ട് ചെയ്യും. നിഫ്റ്റിയിൽ ഇൻട്രാഡേയിൽ പ്രോഫിറ്റ് ബുക്കിന്റെ ഒരു സാധ്യത മാർക്കറ്റിൽ കാണണം. അപ്പോൾ നിഫ്റ്റി ആയാലും അതിന് ശേഷമായാലും നിഫ്റ്റിയിൽ നല്ല സപ്പോർട്ട് വരുന്നത്
അതിനുശേഷം നിഫ്റ്റിയുടെ സപ്പോർട്ട് വരുന്നത് തൊട്ടടുത്താണ് ഇവിടെ സപ്പോർട്ട് കാണുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 465 സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ 25,430 സപ്പോർട്ടും കൂടി ബ്രേക്ക് ചെയ്യണ്ടോ എന്ന് നോക്കുക. കാരണം ഈ ഒരു സപ്പോർട്ടിന്റെ ഒരു താഴെ നിലനിൽക്കുമ്പോൾ തന്നെ വീക്ക്നെസ് തന്നെയാണ് സാധ്യത. പക്ഷെ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്താൽ നമുക്ക് 465 മുകളിൽ മാത്രമേ ബൈ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 25,430 ഹോൾഡ് ചെയ്ത് 465 മുകളിലേക്ക് ക്ലോസ് ചെയ്താൽ, ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ 465 റെസിസ്റ്റൻസ് ആയിട്ട് 430 താഴെ നിലനിർത്തി കഴിഞ്ഞാൽ കൂടുതൽ വീക്ക്നെസ് ആയിരിക്കും. നിഫ്റ്റിയിൽ ഇതാണ് ലോവർ ലെവൽ സപ്പോർട്ട് വരുന്നത്. പിന്നെ ലോവർ ലെവൽ നല്ല സപ്പോർട്ട് വരുന്നത് 320 ആണ്. 320 അടുത്താണ് സപ്പോർട്ട് വരുന്നത്. ഇപ്പൊ നിഫ്റ്റിയിലും മൊമെന്റം കൃത്യമായിട്ട് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. ഇൻട്രാഡേയിൽ റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. ഇതാണ് മൊമെന്റം കിട്ടാൻ സാധ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ്. ഈ ലെവലിലുള്ള എൻട്രീസ് ആണ് കൂടുതൽ മാർക്കറ്റിൽ ഹൈ ആക്യുറസിയിൽ ട്രേഡ് ചെയ്യാനും സാധിക്കുന്നത്. നിഫ്റ്റി മാർക്കറ്റിൽ ഒരു അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക്